ഡിസപ്പോയിൻമെന്റ്. ഞാൻ പറയട്ടെ ചാറ്റ്, നിങ്ങൾക്ക് നമ്മളെ ചാറ്റിന് എന്തായാലും വ്യക്തമായിട്ട് അറിയാം, നമ്മൾ ആവശ്യമില്ലാതെ ഒന്നിനും പോയിട്ടില്ല. നമ്മളായിട്ട് നമ്മളെ കാര്യങ്ങൾ നോക്കിയാണ്ട് പോവായിരുന്നു. അപ്പം റീസെൻ്റ് ആയിട്ട് നടന്ന കോൺട്രവേഴ്സിയിൽ, കോൺട്രവേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കോൺട്രവേഴ്സി അല്ല, ആക്ച്വലി അത് നല്ല രീതിക്ക് അവരാതായിരുന്നു അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കണ്ട്. അപ്പം ആ ഒരു കാര്യത്തിൽ ഇന്നലെ ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, സെർവർ സൈഡിൽ നിന്ന് ഇതേപോലെ വന്നുകാണ്ട് ബ്രാവോ ഗ്യാങ്ങാക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു പോയി. പിന്നെ പുള്ളിക്കാരൻ എനിക്ക് ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഗ്യാങ് ആക്കാത്തതിൻ്റെ റീസൺ ഇതേമാതിരി ഈ പറയപ്പെട്ട അപരാധങ്ങൾ അത് എക്സ്ട്രീമായി മുമ്പൊക്കെ ഉണ്ടായിരുന്ന പോലെ ഓസിയിലോട്ട് പോവും, അത് ഒരുപാട് ആൾക്കാരെ ഫ്യൂച്ചർ വരെ സ്പോയിലാവും എന്നുള്ള രീതിക്കൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഗ്യാങ് ആക്കാൻ താല്പര്യമില്ലാത്തത്. പിന്നെ അവരുടെ ഡൗൺ ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ നിന്നിരുന്നത് ടി വി ആയതുകൊണ്ട് അവർക്ക് ടി വിനെയാണ് ആ കാര്യത്തിൽ കൺസിഡർ ചെയ്യാൻ താല്പര്യം എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ഇതാക്കായിരുന്നത്. പക്ഷെ സ്റ്റിൽ ബ്രാവോനോട് സംസാരിച്ചപ്പോൾ ബ്രാവോ ഇങ്ങോട്ട് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. ആ സമയത്ത് നമ്മൾ എന്തായാലും നമുക്ക് ഓസി ആയിട്ട് പോകാനോ അങ്ങനത്തെ ഒന്നും രീതിയിൽ നമുക്ക് താല്പര്യമില്ല. നമ്മൾ ഓൾറെഡി നമ്മളെ കാര്യങ്ങൾ ഓൾറെഡി വ്യക്തമായിട്ട് നമ്മൾ ലൈവിൽ പറഞ്ഞതാണ്, നമുക്ക് ഈ പറഞ്ഞ പോലെ ഓസി ആയിട്ടൊന്നും പോകാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുമില്ല, നമ്മളത് ചെയ്യൂല എന്നുള്ളത്. അപ്പം ആ ഒരു സാധനം പറഞ്ഞപ്പോൾ തന്നെ ബ്രാവോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം സാധനം മറ്റേ ഇവരുടെ അടുത്തുനിന്നും കൂടിയും, അഥവാ ഈകളുടെ സൈഡിൽ നിന്നും കൂടിയും കൺഫർമേഷൻ കിട്ടിയിട്ട് നമുക്ക് ബാക്കി ഇതിനെപ്പറ്റി സംസാരിക്കാമെന്നാണ് ബ്രാവോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലെ ആക്ച്വലി. അപ്പം അത് കഴിഞ്ഞു ഇന്നലെ നമ്മൾ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഫോർസ് കളിക്കാൻ വന്നത്. നമ്മൾ ഫോർസ് കഴിഞ്ഞ് മീറ്റിങ്ങിന് പോയ സമയത്ത് സംഭവം നടന്നത് എന്താണെന്ന് വെച്ചാൽ കോമഡിയാണ് മുത്തേ. സീരിയസ്ലി പറഞ്ഞാൽ ബ്രാവോ ഈഗിളിൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതേമാതിരി ബ്രാവോ ഈഗിളിനെയും കോളിൽ ആഡ് ചെയ്ത് കണ്ട് ഇനിയും കോളിൽ ആഡ് ചെയ്ത് കണ്ട് ബ്രാവോ അങ്ങ് കടന്നുറങ്ങി. ബ്രാവോ ഇരുന്ന് കൂർക്കം വലി കോളിലിരുന്നിട്ട്, എന്നിട്ട് ഞാനും ഈഗിളും ഇരുന്ന് അങ്ങനെ സംസാരിക്കുക, മനസ്സിലായോ? ബ്രാവോ ഇത് സെറ്റാക്കാൻ വേണ്ടി വന്ന ആള് ബ്രാവോ ആണ്. എന്നിട്ട് പിന്നെ ബ്രാവോ ഇരുന്ന് അങ്ങനെ ഉറങ്ങി. പിന്നെ ഞാനും ഈഗിളും സംസാരിച്ച് ഞങ്ങൾ തന്നെ ചെയ്ത് ഭയങ്കര മോശമായി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഞാനും സോറി പറഞ്ഞു, പുള്ളിയും സോറി പറഞ്ഞു, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ് അത് സോൾവ് ആക്കി. കറൻ്റ്ലി അങ്ങനെ നമ്മളെ സൈഡിൽ നിന്ന് എന്തായാലും ഒന്നും വരില്ല, പുള്ളീൻ്റെ സൈഡിൽ നിന്ന് എന്തായാലും ഒന്നിനുമില്ല, ഓൾക്ക് അങ്ങനത്തെ താല്പര്യമില്ല എന്നുള്ളതും ഓലും പറഞ്ഞു. അതുകൊണ്ട് അതവിടെ തീർന്നു, മനസ്സിലായോ? പിന്നെ നമ്മൾ ഈ ചെയ്യണതെല്ലാം ഈ പറഞ്ഞ നമ്മൾ റീസെൻ്റായിട്ട് ചെയ്ത കാര്യങ്ങളും നല്ല പ്രവണതയല്ല. അപ്പോൾ അവരും ചെയ്തത് നല്ലതല്ല, നമ്മൾ ചെയ്തതും നല്ലതല്ല. നമുക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് നമ്മൾ മനസ്സിലായി, നമ്മൾ തന്നെ സംസാരിച്ച് അത് സോർട്ട് ഔട്ട് ചെയ്ത് വിട്ടും ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ന് ഉച്ചക്കാണ് ഞാൻ പിന്നെ ബ്രാവോനെ വിളിച്ചത്. കോള് കഴിഞ്ഞ സമയത്ത് ബ്രാവോ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ കോള് കട്ടാക്കി. ഉച്ചക്ക് സംസാരിച്ചപ്പം ബ്രാവോനോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ്, കറൻ്റ്ലി ബ്രാവോൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗ്യാങ് ആക്കി തരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ എപ്പോൾ ആവും എങ്ങനെ ആവും എന്നുള്ളത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി തരും, നമുക്ക് ഗ്യാങ് ആയിക്കാണ്ട് കളിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അത് മാനേജ്മെൻറ്റ് സൈഡിനോടും കൂടി സംസാരിച്ചിട്ട് വേണം എന്നുള്ളത് പറഞ്ഞു. പുള്ളിക്ക് അങ്ങനെ ഇവിടെ കളിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ നല്ല രീതിക്ക് ഈ ഓസി ആയിക്കാണ്ടൊന്നും പോകില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഇനി പുള്ളി മാനേജ്മെൻറ്റ് സൈഡിനോടും കൂടി സംസാരിച്ചിട്ട് അതിനൊരു അപ്ഡേറ്റ് ഉണ്ടാവും. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്ന ടൈമിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അത് എപ്പോൾ എങ്ങനെയാണെന്നുള്ളത് പുള്ളിൻ്റെ ലൈവിൽ പറയുമായിരിക്കാം. അത് ആസ്ക് ഹിം. നോക്കിയ ബാനിനെ കുറിച്ച് സംസാരിച്ചു, ഓൾറെഡി വാൺ ചെയ്തതായിരുന്നു. അല്ലോ, ന്യൂട്ടൻ്റെ കുപ്പിയൊക്കെ ഇപ്പോൾ പൊട്ടീന്. ഓൾറെഡി വാൺ ചെയ്തതായിരുന്നു, പിന്നെയും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ്, സെർവർ ഡീഗ്രഡേഷൻ റിപ്പീറ്റ് ചെയ്തതുകൊണ്ടാണ്. അത് വ്യക്തമായിട്ട് അത് കണ്ടറിയാം. ഇന്നലെ നല്ല രീതിക്ക് നോക്കിയ പിന്നെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരുപാട് ലിമിറ്റ് വിട്ട് തന്നെ പോയിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടെ വന്ന് കുറേ പേര് എൻ്റെ അടുത്ത് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാനത് എൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം തന്നെ വിളിച്ചത് നോക്കിയക്കും ജോഷോക്കുമാണ്. വിളിച്ചിട്ട് അവരോട് നല്ല രീതിക്ക് മൗത്ത് കൺട്രോൾ ചെയ്യാനും ഞാൻ പറഞ്ഞിരുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നടപടി ആവില്ല, ഇങ്ങനെ സ്ട്രീം ചെയ്യാൻ പറ്റൂല എന്നുള്ളത് അവരുടെ അടുത്തും ഞാൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ അവരെ ഭാഗത്തുനിന്നും ഇനി ഉണ്ടാവാതെ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് അവരും പറഞ്ഞിരുന്നത്.
പക്ഷേ അപ്പോത്തിന് പിന്നെ അത് വേറെ രീതിക്കായി. പിന്നെ അത് ഇതേപോലെ എന്താ പറയുക, BM എന്തോ എന്നൊരു സ്റ്റോറി ഇട്ടാണ് നമ്മളെ ഗ്രൂപ്പിലൊക്കെ കൊണ്ടുവന്നിട്ട് അത് അതിനെ താങ്ങി പിടിച്ചുകൊണ്ട് കുറേ പേര് ഗ്രൂപ്പിൽ ഇതേമാതിരി വരാതുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ചന്ദ്രനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രനെ വിളിച്ചുകൊണ്ട് ഇത് ഇനി ഒരു ലൂപ്പ് ആക്കണ്ട, നമ്മൾ സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തിക്കണ് എന്ന് പറഞ്ഞാൽ അതും സോൾവ് ആക്കിക്കണ്. നിലവിൽ എല്ലാം സോൾവ്ഡ് ആണ്. നമുക്ക് എന്തായാലും നമ്മളെ സൈഡിൽ നിന്ന് ഈവൻ ഇനി എനിക്ക് പറയാനുള്ളത് മെയിൻ തിങ് നിങ്ങളുടെ അടുത്താണ്, ചാറ്റിൻ്റെ അടുത്ത് ഒരു കാര്യം. ഇവിടെ ഗ്യാങ് ആവാത്തതിൽ വെറുതെ പോയി ഈഗിളിൻ്റെ ലൈവിൽ പോയി ഇരുന്നാണ്ട് ചൊറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാനത് മുമ്പേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. നമ്മൾ ഗ്യാങ് ആവാത്തത് നമ്മളെ മിസ്റ്റേക്കാണ്, മനസ്സിലായോ? നമ്മളെ മാത്രം. അപ്പം അതെല്ലാവരും മനസ്സിലാക്കുക. വെറുതെ അവിടെ പോയി കണ്ട് ഓരോന്ന് പറയണ്ട. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ പേഴ്സണൽ ഇപ്പം നമ്മൾ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് നമ്മളും അത്യാവശ്യം ട്രിഗറായി നമ്മൾ നല്ല രീതിക്ക് തിരിച്ച് അതിനെ റിയാക്ട് ചെയ്തു. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ അത് വിടുക, മനസ്സിലായോ? അല്ലാതെ ഇതിങ്ങനെ ലൂപ്പായി പിന്നെയും അതിനെപ്പറ്റി സംസാരിച്ച് അതിങ്ങനെ ഇതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെച്യൂർഡ് പരിപാടിയല്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇനി വരാതിരിക്കട്ടെ. വരുമോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ല. വരാതിരിക്കാൻ നമുക്ക് നോക്കാം. മാക്സിമം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനിൽ തന്നെ സംസാരിച്ച് ഇങ്ങനത്തെ വലിയൊരു വൾഗറാവാതെ പോവാതെ നമുക്ക് നോക്കാം. അപ്പോൾ അതെല്ലാവരും ഗ്രൂപ്പുകളിലാണെന്നുണ്ടെങ്കിലും ഇനി പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യും. അത് ഇന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ അഡ്മിൻസിനോട് പറഞ്ഞിരിക്കണ്. കാരണം ഒരു പേഴ്സണൽ ഫോട്ടോസ് വെച്ച് കണ്ടുള്ള കാര്യങ്ങളൊന്നും ഇനി നമ്മളെ ഗ്രൂപ്പിൽ അങ്ങനത്തെ രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇനി വരുത്തരുത്. ആരും അത് ചെയ്യരുത്. അതാണ് എസ്പെഷ്യലി പറയാനുള്ളത്. വേറെ എന്തെങ്കിലും സ്റ്റിക്കർ ഇടുന്ന മാതിരിയല്ല അത്. നമുക്ക് അത് ഈ പറയപ്പെട്ട ബാക്കിയുള്ള 6 ഗ്രൂപ്പുകളിലും അത് വരുന്നില്ല. പക്ഷേ എൻ്റെ ഈ 8 ഗ്രൂപ്പ് 9 ഗ്രൂപ്പൊക്കെ ആവാനായി. ആ ഗ്രൂപ്പുകളിലൊക്കെ ഇതേമാതിരി പല ഗ്രൂപ്പുകളും എല്ലായിടത്തും എല്ലാവർക്കും എപ്പോഴും എല്ലായിടത്തും എത്താൻ പറ്റിക്കോണമെന്നില്ല. അതുകൊണ്ട് ഇത് ഞാൻ ഓപ്പണായിട്ട് എല്ലാവരോടും പറയാണ്. കാണുന്ന എല്ലാവരും ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പുകളിൽ ഇനി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വട്ടം വാർണിംഗ് ഉണ്ടാവും, വന്നുകൊണ്ട് കാര്യം പറയും. അത് കഴിഞ്ഞിട്ടും ഇത് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ എടുത്ത് കിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനി അത് ചെയ്യരുത്. ഓക്കെ, ഇത് പയ്യെ ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്നാണ് പറഞ്ഞാൽ നാളെ ഇത് റെഡി ആകുമെന്നല്ല. ഇത് പയ്യെ എല്ലാവരും ചേഞ്ചാക്കി നമുക്ക് മാറ്റിയെടുക്കണം, മനസ്സിലായോ? അപ്പോൾ അതാണ് അതിലെ ഒരു കാര്യം. ആസ്ട്രിക്സ് ഗ്യാങ് എന്ന് പറയുമ്പം ആസ്ട്രിക്സിൽ ഗ്യാങ് ഇടണമെങ്കിൽ ഇടണ്ടെങ്കിൽ ഇടണ്ട എന്നുള്ള എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. എവിടെ XRG7 മെമ്പർ ടു VH അറിയില്ല ബ്രോ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവിടുന്ന് ആരും പോണത് എന്നോട് ഇവരാരും പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ ഇന്ന് മീറ്റിങ്ങിന് വെച്ചിട്ടും എടാ ഇവിടുന്ന് ആരാ പോണത്? പപ്പടം പോണ്ടോ? പ്രണവ് വേറെ ഗ്യാങ് പോയി കളിക്കുന്നുണ്ടോ? പിന്നെ MRG ZenX KP ZenX. ഓക്കെ, ഇവനെ റിമൂട്ടേക്ക് ആരാ ഇവിടെ ഉള്ള വേറെ? ഇവനെ ഇനി RG7 കളിപ്പിക്കണ്ട. ശരിക്കും വള നല്ല രസമുണ്ട് കേട്ടോ, സ്വർണ്ണവള കൊറേ കാലമായിട്ട് നല്ല രസമുണ്ട്. വേണമെന്നോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്റെ ഒരു വേണ്ട, അത് ഞാൻ പറയണില്ല, എനിക്കറിയില്ല. ഇല്ല ഞാനിപ്പോ പറഞ്ഞ പറ്റില്ല. ഞാൻ ഇപ്പൊ വെറുതെ നമ്മൾ വേറൊരു സ്ഥലത്ത് സ്ലോട്ട് ഇട്ട് അല്ല ഒരു ഇതിട്ട് കണ്ട് വൺസ് ഇവിടെ ഇപ്പൊ പെട്ടെന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറുതെ നമ്മൾ അവിടെ ഇടുന്നത് വെറുതെ ആയി പോലും എന്ന് കരുതിയിട്ടാ, മനസ്സിലായോ? അപ്പൊ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേ, ഹോപ്പ് ഉണ്ടല്ലോ നമുക്ക്. അപ്പം നമുക്കൊന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ പോരെ എന്നുള്ള ഒരു തോന്നൽ, അത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ അങ്ങനെ ഇരുന്ന് കോൾ ചെയ്യാൻ ഇതാക്കാനൊന്നും അല്ല. നമ്മൾ സംസാരിച്ച് നമ്മളിടയിലുള്ള പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തു, അത്രേ ഉള്ളൂ, മനസ്സിലായോ? ഞാൻ അത് ക്യാരി ഫോർവേഡ് ചെയ്ത് ഇതിനെപ്പറ്റി സംസാരിക്കണ്ടേ, സ്പീഡ് അത് കഴിഞ്ഞു, മനസ്സിലായോ? നമുക്ക് നമ്മളെ കാര്യങ്ങൾ നമ്മളെ RP നമ്മളെ കാര്യങ്ങളായിട്ട് മാത്രം മുന്നോട്ട് പോകാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ വേറെന്താ? നോക്കിയ ഇഷ്യൂ പറഞ്ഞില്ലേ ഓൾറെഡി. നോക്കിയ അത് നിങ്ങളൊന്ന് ആലോചിക്കാൻ, സെർവർ ഡീഗ്രേഡ് ചെയ്തിട്ട് ഒരാളും അങ്ങനെ ഇതേമാതിരി കളിച്ചിട്ടില്ല. ഇപ്പോൾ ഈവൻ നമ്മളെ മറ്റേ ഇവര് ഇതേപോലെ ഡീഗ്രേഡ് ചെയ്തിട്ട് പറഞ്ഞത് DNLന്റെ ഒരു ബാൻ ഇതേമാതിരി വന്നിട്ട് DNLന്റെ ബാൻ ഇതേമാതിരി ഇൻഡെഫിനിറ്റ് ബാൻ മാറ്റി കൊടുത്തില്ലേ സെർവർ സൈഡിൽ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ. അതേപോലെ ഒരു സമയം വരുമ്പോൾ മാറ്റി കൊടുക്കുമായിരിക്കും. ലെറ്റ്സ് വെയിറ്റ്, ലെറ്റ്സ് ഹോപ്പ്.
പാട്ട് പ്ലീസ് ഡോ. ഇല്ലടാ അത് വിട്, നിങ്ങൾ ഞാൻ അതിങ്ങനെ ഇതാക്കണ്ട. അത് കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞു. ഒരു വട്ടം നമ്മളത് വിട്ടില്ല, ഇനിയിപ്പം ഞാൻ അതിനെ പറ്റി പറയണ്ട, മനസ്സിലായോ? ചില്ലാവ് ഗൈസ്. ഞാൻ ഇന്ന് കുറേ ബാഡ് ചാറ്റ്സ് ഉണ്ടാവുമെന്ന് കരുതി ചാറ്റിൽ ആക്ച്വലി. പക്ഷേ ഞാനത് നോക്കാൻ വേണ്ടി പ്രോപ്പർ മോഡറേഷന് വേണ്ടിയിട്ട് ഇന്ന് 2 മോഡറേറ്റേഴ്സിനെ ആഡ് ചെയ്തതാണ് പുതിയത്. പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത, പക്ഷേ ചാറ്റ് നല്ല നല്ല ഹാപ്പിയാണല്ലോ. എന്താ പറ്റി ഇന്നൊരു നല്ല ഒരു അപരാധമൊന്നും ഇല്ലാത്ത ബാഡ് ചാറ്റ് വേണ്ട. ഓ കിച്ചു സിയാർസൺ ചോദിക്കാൻ നിൽക്കും ആണോടാ ചാറ്റ് വേണോ നിനക്ക് ബാഡ്? എടാ കുണ്ണേ, നീയെല്ലാണ് ഇത് നശിപ്പിക്കുന്നത്, മനസ്സിലായി? ഇവിടെ ജിസിയില് ഇല്ലത് പിന്നെ ആരാ നവി? പപ്പടം പോയെന്ന്. പപ്പടം പോയടാ പപ്പു. പപ്പു നീ പോവാണോ? പപ്പടം ഹലോ ഹലോ നീ പോവാണോ നീക്ക? എങ്ങോട്ട്? RG7 പോവാണോ വേറെ എനിക്ക്? ഇല്ല ടൂറിനാന്നൊക്കെ. അല്ല നീ പോവാണെന്നുള്ളൊരു മൊത്തത്തിലൊരു അഭിപ്രായം കേൾക്കുന്നടാ. T47 വാട്ട് T47 ബ്രോ? എനിക്കറിയില്ല ബ്രോ. ക്യാ ഭായ്? ജോലിക്ക് പോകുന്നയാ? എല്ലാത്തിൻ്റെതായ സമയമുണ്ട്, മനസ്സിലായില്ലേ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. കണ്ടോ എടാ ഈ ചാറ്റ് ഒന്ന് ഡിലീറ്റ് ആക്കിയടാ. ഈ ഫറാസ് ഇപ്പൊ വന്നതാ. അതെ ഇപ്പൊ ഇത്ര നേരല്ല, ഇത് എവിടുന്നോ പറഞ്ഞ് വിട്ടതാണ് തോന്നുന്നുണ്ട്. ഹലോ ഉസ്മാൻ ഗൈസ്, ഉസ്മാൻ ഇന്ന് ആസ്ട്രിക്സില് കയറാന്ന് പറഞ്ഞാണ്ട് ഉസ്മാന്റെ പേര് കുറച്ചേരം RP ഒന്ന് ചെയ്ത് നോക്കാന്നുണ്ട്. ഒന്ന് കേറി നോക്കട്ടെ എങ്ങനെയുണ്ട് സിറ്റി എന്നൊക്കെ ഒന്ന് നോക്കും ചെയ്യാം. വെയിറ്റ് ചെയ്യും. അടിപൊളിയാണോ? ബിലാൽ സ്റ്റോറി എന്താ? മന്തി കൊള്ളാം, ഒറ്റപ്പാല ഷോപ്പത്തെ. താങ്ക് യു. ഈ ബല് പിന്നെ തുടങ്ങിയല്ലോ. സ്റ്റാലിൻ ബ്രോ നോക്കിയന്റെ കേസൊക്കെ ഞാൻ ജസ്റ്റ് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് മുമ്പ് ഞാൻ ഇപ്പൊ പറഞ്ഞു എന്റെ ലൈവില്. ഒരു മിനിറ്റ് ഗൈസ്.